ഗുഡ് മോർണിംഗ് ഓൾ, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 30 ചൊവ്വാഴ്ചയാണ്. ഇന്നലെ യുഎസിലെ 3 മാർക്കറ്റുകളും പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ടെസ്ല 15% മുകളിലാണ് ഇന്നലെ നേട്ടമുണ്ടാക്കിയത്. ഫെഡറൽ റിസർവിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ നാളെയാണ്. റേറ്റുകളിൽ മാറ്റമുണ്ടാകില്ല എന്ന് ഏറെക്കുറെ ഉറപ്പാണെങ്കിലും ഒരു ഹോക്കിഷ് സ്പീച്ച് ഉണ്ടാകുമോ എന്നാണ് ഇൻവെസ്റ്റേഴ്സ് ഉറ്റുനോക്കുന്നത്. നമ്മുടെ മാർക്കറ്റ് ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വന്നാൽ നിഫ്റ്റിയിൽ ഇന്നൊരു 30 മുതൽ 40 പോയിന്റ്സിന്റെ ഒക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് തന്നെയാണ് സാധ്യതയുള്ളത്. നാളെ ഇന്ത്യൻ മാർക്കറ്റുകൾക്ക് ഒരു ഹോളിഡേ ആണ്. മഹാരാഷ്ട്ര ഡേയോടനുബന്ധിച്ചാണ് നാളെ ഒരു ഹോളിഡേ വരുന്നത്. ഏതായാലും ഇന്നത്തെ വാർത്തകൾ നമുക്ക് ആരംഭിക്കാം. അതിന് മുന്നേ ആയി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ കമന്റുകൾ വലിയ ഊർജ്ജം തന്നെയാണ്. കമന്റ് ചെയ്യുക. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ നോക്കാം. ആദ്യത്തെ വാർത്ത, 2024 സാമ്പത്തിക വർഷത്തിലെ പ്രതിമാസ ശരാശരി ATM പണം പിൻവലിക്കൽ വർദ്ധിച്ചിരിക്കുന്നു. ഇന്ത്യയിൽ UPI പേയ്മെന്റുകൾ വർദ്ധിച്ചിട്ടും കഴിഞ്ഞ വർഷം പ്രതിമാസ ശരാശരി ATM പണം പിൻവലിക്കൽ 5.51% വർദ്ധിച്ചിട്ടുണ്ട്. ATM പിൻവലിക്കൽ 2023 സാമ്പത്തിക വർഷത്തിൽ 1.35 കോടി രൂപയിൽ നിന്ന് 2024 സാമ്പത്തിക വർഷത്തിൽ 1.43 കോടി രൂപയായി ഉയർന്നു. ഇത് മൊത്തത്തിലുള്ള പണത്തിന്റെ വർധനവിനെ സൂചിപ്പിക്കുന്നു. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. എന്തായാലും ഈ വാർത്ത ബാങ്കിംഗ് സെക്ടറിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് തന്നെയാണ്. കാരണം ATMൽ നിന്നുമുള്ള പണം പിൻവലിക്കൽ വർദ്ധിക്കുമ്പോൾ ബാങ്കുകൾ ട്രാൻസാക്ഷൻ ചാർജസ് ഈടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബാങ്കിംഗ് സെക്ടറിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. സ്റ്റോക്ക് ന്യൂസുകളിൽ ആദ്യം ആസ്ട്രാസെനിക്കയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. കോവിഷീൽഡ്, വെക്സേവീരിയ എന്നീ ബ്രാൻഡ് നാമങ്ങളിൽ ആഗോളതലത്തിൽ വിൽക്കുന്ന കോവിഷീൽഡ് 19 വാക്സിൻ അപൂർവമായ ഒരു പാർശ്വഫലത്തിലേക്ക് നയിച്ചേക്കാമെന്ന് ആസ്ട്രാസെനിക്ക ആദ്യമായി കോടതി രേഖകളിൽ സമ്മതിച്ചു. റിസൾട്ടുകളിലേക്ക് വന്നാൽ യൂക്കോ ബാങ്കിന്റെ റിസൾട്ടാണ് ഇന്നലെ പുറത്തു വന്നത്. നെറ്റ് പ്രോഫിറ്റായി പുറത്തു വന്നിരിക്കുന്നത് 525.8 കോടി രൂപയാണ്. 9.5% ഇടിവാണ് കഴിഞ്ഞ വർഷത്തെ ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ വന്നിരിക്കുന്നത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 10.9% വർധനവാണ് രേഖപ്പെടുത്തിയത്. 2187.4 കോടി രൂപയിലാണ് ഇപ്പോൾ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഉള്ളത്. മറ്റൊരു കമ്പനി പൂനാവാല ഫിൻകോർപ്പാണ്. നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 331.7 കോടി രൂപയാണ്. അതായത് ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ 83.6% വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 57% വർദ്ധിച്ച് 641 കോടി രൂപയിലെത്തി. നല്ല റിസൾട്ട് തന്നെയായിരുന്നു. മറ്റൊരു കമ്പനി ടാറ്റ ഗ്രൂപ്പ് കമ്പനിയായ ടാറ്റ കെമിക്കൽസിൻ്റെതാണ്. 850 കോടി രൂപയുടെ നെറ്റ് ലോസ് ആണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 709 കോടി രൂപയുടെ ലാഭത്തിലായിരുന്നു കമ്പനി ഉണ്ടായിരുന്നത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിലും ഒരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. 21.1% ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. 3475 കോടി രൂപയിലാണ് ഇപ്പോൾ റവന്യൂ ഉള്ളത്. മറ്റൊരു കമ്പനി KEC ഇന്റർനാഷണൽ ആണ്. മിഡിൽ ഈസ്റ്റിലെയും അമേരിക്കയിലെയും ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ പ്രൊജക്ടുകൾ ഉൾപ്പെടെ വിവിധ ബിസിനസ്സുകൾക്കായി 1036 കോടി രൂപയുടെ പുതിയ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. മറ്റൊരു കമ്പനി റൈറ്റ്സ് ആണ്. 200 ബ്രോഡ് ഗേജ് പാസഞ്ചർ ഗാരേജുകൾ ബംഗ്ലാദേശിലേക്ക് വിതരണം ചെയ്യുന്നതിനായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശ് റെയിൽവേയിൽ നിന്നും കമ്പനിക്ക് ഒരു കത്ത് ലഭിച്ചു. $111.3 ബില്യൺ വിലയുള്ളതാണ് കരാർ. മറ്റൊരു കമ്പനി മഹാനഗർ ഗ്യാസ് ആണ്. Q4 റിസൾട്ടുകൾ പരിഗണിക്കുന്നതിനായിട്ട് മെയ് 9 ബോർഡ് യോഗം ചേരും. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ വോഡാഫോൺ ഐഡിയ, ബയോകോൺ എന്നീ സ്റ്റോക്കുകളാണ്. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ ഇൻഡസ് ടവേഴ്സ്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, അദാനി എനർജി സൊല്യൂഷൻസ്, അദാനി ടോട്ടൽ ഗ്യാസ്, കാസ്ട്രോൾ ഇന്ത്യ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫിനാൻസ് കമ്പനി, എക്സൈഡ് ഇൻഡസ്ട്രീസ്, ഫിനോ പേയ്മെന്റ്സ് ബാങ്ക്, 5 സ്റ്റാർ ബിസിനസ് ഫിനാൻസ്, ഹാവൽസ് ഇന്ത്യ, REC, സിംഫണി എന്നീ കമ്പനികളാണ്. ഇന്ന് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്ത്. ഇനി പതിവ് പോലെ രാവിലെ 7:30 നമ്മുടെ പ്രീ മാർക്കറ്റ് വീഡിയോ ഉണ്ടായിരിക്കും. അതിനുശേഷം രാവിലെ 10 മണി മുതൽ 3:30 വരെ തന്നെ യൂട്യൂബ് ലൈവ് ഉണ്ടായിരിക്കുന്നതാണ്. ട്രേഡിംഗ് ഉള്ള ടൈമിൽ മുഴുവനായി നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടായിരിക്കും. നിങ്ങൾക്കൊരു ഫ്രണ്ടായോ മെൻറ്ററായോ സപ്പോർട്ടറായിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കാണാം. മാത്രമല്ല ഞങ്ങളുടെ എഡ്യൂക്കേഷണൽ വ്യൂസ് നിങ്ങൾക്ക് രാവിലെ 9 മണി മുതൽ തന്നെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നിഫ്റ്റിയിലേക്ക്
ലാർജ് ക്യാപ് ബാങ്കിംഗ് സ്റ്റോക്കുകളായ ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, ഇൻഡസ്ഇൻഡ് ബാങ്ക്, SBI തുടങ്ങിയ ബാങ്കിംഗ് സെക്ടറിന്റെ സഹായത്തോടെ നിഫ്റ്റി പുതിയ ഉയരങ്ങളിലെത്തി. ഇന്നലെ ക്ലോസ് ചെയ്യുന്നത് 22,643-ൽ 223 പോയിന്റ്സ് ഉയർന്നാണ്. മറ്റൊരു കാര്യം കൂടിയുള്ളത്, കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ സെഷനിൽ ഒരു ഡാർക്ക് ക്ലൗഡ് കവർ പാറ്റേണിന് സമാനമായ ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരുന്നത്. ആ ഒരു ക്യാൻഡിൽ പൂർണ്ണമായും നിഷേധിച്ച് 22,600-ന് മുകളിലായിട്ട് ക്ലോസ് ചെയ്യാൻ സാധിച്ചത് ഒരു പോസിറ്റീവായി തന്നെ കാണാം. മറ്റു പോസിറ്റിവിറ്റികളിൽ നിഫ്റ്റി 21 EMAയ്ക്ക് മുകളിലായിട്ടാണ് കഴിഞ്ഞ കുറച്ച് സെഷനുകളിൽ ട്രേഡ് ചെയ്യുന്നത്. മൊമെന്റം ഇൻഡിക്കേറ്ററായ RSI ഒരു ബുള്ളിഷ് ക്രോസ് ഓവറാണ് കാണിക്കുന്നത്. അതും ഒരു ബുള്ളിഷ് ട്രെൻഡിന്റെ കണ്ടിന്യൂഷനായി കാണാം. അപ്സൈഡിൽ 22,800 മുതൽ 22,850 വരെയുള്ളത് പ്രധാനപ്പെട്ട ഒരു ലെവലാണ്. അപ്സൈഡിൽ ഓൾ ടൈം ഹൈ ആയ 22,776 കൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ലെവലാണ്. ഏപ്രിൽ 26-ന് നിഫ്റ്റി ക്രിയേറ്റ് ചെയ്ത ഹൈ ആയ 22,625-ന് മുകളിലായി ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ഡേ ക്യാൻഡിൽ ചെറിയ ലോവർ വിക്കോട് കൂടിയ ഒരു വലിയ ബുൾ ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. അടുത്തത് ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം ATM സ്ട്രൈക്കായി 22,650 സ്ട്രൈക്കിൽ 378% വർധനമാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ഒരു ലോങ് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. എന്നാൽ കോൾ സൈഡിൽ 22% ഇടിവ്, ഒരു ഷോർട്ട് കവറിംഗ് ആണ് നടക്കുന്നത്. അടുത്തത് 22,600 സ്ട്രൈക്കിൽ പുട്ട് സൈഡിൽ 160% വർധനവ്, ലോങ് ബിൽഡപ്പ് തന്നെ. കോൾ സൈഡിൽ 34% ഇടിവ്, ഒരു ഷോർട്ട് കവറിംഗ് ആണ്. 22,700 സ്ട്രൈക്കിൽ 225% വർധനവാണ് കാണുന്നത്, ലോങ് ബിൽഡപ്പ് തന്നെയാണ്. കോൾ സൈഡിൽ 13% ഇടിവാണുള്ളത്, ഒരു ഷോർട്ട് കവറിംഗ് തന്നെയാണ് ആ സ്ട്രൈക്കിലുമുള്ളത്. പൊതുവിൽ ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് കൂടുതൽ സ്ട്രോങ് ആയി നിലകൊള്ളുന്നു എന്ന് ഈ സ്ട്രൈക്കുകൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അടുത്തത് മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ. ഇതിലൂടെ നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരമുള്ള സപ്പോർട്ടും റെസിസ്റ്റൻസും കൂടി നോക്കാം. ആദ്യം കോൾ സൈഡിൽ 23,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 23,500 സ്ട്രൈക്കിലും അതിനുശേഷം 22,850 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 22,500-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 22,000 സ്ട്രൈക്കിലും അതിനുശേഷം 22,400 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 22,500-ഉം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 22,850-ഉമാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് പുതിയ ഓൾ ടൈം ഹൈ ലെവലായ 49,474 ബാങ്ക് നിഫ്റ്റിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, വലിയ റാലിയാണ് ബാങ്കിങ് സ്റ്റോക്കുകളിൽ ഉണ്ടായത്. ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, ഇൻഡസ്ഇൻഡ് ബാങ്ക്, SBI തുടങ്ങിയ വലിയ സ്റ്റോക്കുകളിൽ നല്ല റാലി കണ്ടു. ഡിസംബർ 4-ന് ശേഷമുള്ള ഏറ്റവും വലിയ സിംഗിൾ ഡേ റാലി കൂടിയായിരുന്നു ഇന്നലെ നമ്മൾ കണ്ടത്. 49,424-ലാണ് 2.54% നേട്ടത്തിൽ ക്ലോസ് ചെയ്യുന്നു ബാങ്ക് നിഫ്റ്റി. എന്തായാലും ഒരു മാസീവ് റാലിക്ക് ശേഷം നമ്മൾ 50,000 എന്ന മാർക്ക് ബാങ്ക് നിഫ്റ്റി എന്ന് ടച്ച് ചെയ്യും എന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്സൈഡിൽ 49,000 മുതൽ 50,000 വരെയുള്ളത് പ്രധാനപ്പെട്ട ലെവൽ തന്നെയാണ്. ഡൗൺ സൈഡിലേക്ക് വന്നാൽ 48,800 മുതൽ 48,900 വരെയുള്ളത് ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ലെവലാണ്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ ബാങ്ക് നിഫ്റ്റിയുടെ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ. ആദ്യം കോൾ സൈഡിൽ 50,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 50,500-ലും അതിനുശേഷം 49,500-ലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 48,500-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 49,000 സ്ട്രൈക്കിലും അതിനുശേഷം 48,000 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 49,500-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 49,000-ഉമാണ്. ഇന്ത്യ വിക്സ് തുടർച്ചയായ 4-ാമത്തെ ദിവസവും ഉയരുകയുണ്ടായി. 12.24-ൽ 12% ഇന്ത്യ വിക്സ് ഉയർന്നത്. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന സ്വിംഗ് സ്റ്റോക്കിലേക്ക് JBM ഓട്ടോയാണ് ഇന്ന് നമ്മൾ പറയുന്ന സ്വിംഗ് സ്റ്റോക്ക്. 1910 ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ്. ടാർഗറ്റായി ഫിക്സ് ചെയ്യുന്നത് 2125. സ്റ്റോപ്പ് ലോസ് നമ്മളിവിടെ പറയുന്നില്ല. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ 10 മുതൽ 15% വരെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് ആയി വെക്കാവുന്നതാണ്. നിങ്ങൾക്ക് എത്രയാണോ സ്റ്റോപ്പ് ലോസ് ആയി നിങ്ങൾക്ക് പറ്റുന്നത് അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. മറ്റൊരു കാര്യം കൂടിയുള്ളത്, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വിധേയമാക്കിയതിന് ശേഷം മാത്രം ഈ സ്റ്റോക്കിൽ എൻട്രി എടുക്കുക. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന F&O സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസിലേക്കാണ്. ആദ്യം സ്വിംഗ് സ്റ്റോക്കിൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്ക്. ആദ്യത്തെ സ്റ്റോക്ക് VST ടില്ലേഴ്സ് ലിമിറ്റഡ് ആണ്. ഏപ്രിൽ 26-നാണ് എൻട്രി എടുക്കുന്നത്. കേവലം 2 ദിവസം കൊണ്ട് 7% മുകളിലാണ് നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. 3,470-ലാണ് എൻട്രി എടുത്തത്. 3,739 വരെ സ്റ്റോക്ക് അപ്പായി. മറ്റൊരു സൂപ്പർ ഹിറ്റായ സ്റ്റോക്ക് JBM ഓട്ടോയാണ്. ഏപ്രിൽ 22-ന് 1,782-ലാണ് എൻട്രി എടുക്കുന്നത്. 1,920 വരെയാണ് ഇന്നലെ അപ്പായത്. 7% മുകളിൽ നമുക്ക് ഈ സ്റ്റോക്കിലും പ്രോഫിറ്റായി ലഭിച്ചു. കേവലം ചുരുങ്ങിയ ദിവസം കൊണ്ടാണ് നമുക്ക് ഇതിലും നല്ല പ്രോഫിറ്റിലേക്ക് വന്നത്.
മറ്റൊരു സ്റ്റോക്ക് ട്രെൻഡ് ആയിരുന്നു. ഏപ്രിൽ 22-നും മാർച്ച് 11-നുമാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. 4283 എൻട്രി എടുത്തു. 4515 വരെ അപ്പായി 5% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. അടുത്ത ഒരു സ്റ്റോക്ക് ഇൻ്റലക്ട് ഡിസൈൻ ആയിരുന്നു. ഏപ്രിൽ 16-ന് 1053 എൻട്രി എടുത്തു. 1101 വരെ അപ്പായി 4.3% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് ബാങ്കിങ് സെക്ടറിൽ നിന്നുള്ളതാണ്. IOB ഏപ്രിൽ 5-ന് 67.55 എൻട്രി എടുത്തു. 70 വരെയാണ് അപ്പായത്. 3.5% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. മറ്റൊരു സ്റ്റോക്ക് ലെമൺ ട്രീ ആയിരുന്നു. ഫെബ്രുവരി 20-നും ഫെബ്രുവരി 23-നും എൻട്രി എടുത്തിരുന്നു. ഫെബ്രുവരി 20-ന് 140.4-ലും ഫെബ്രുവരി 23-ന് 146.4-ലുമാണ് എൻട്രി എടുത്തത്. 150.95 വരെയാണ് അപ്പായത്. ഫെബ്രുവരി 23-ന് എൻട്രി എടുത്തതിൽ 4.5%, ഫെബ്രുവരി 20-ന് എൻട്രി എടുത്തതിൽ 9.6% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് ബൽറാംപൂർ ചിനി മിൽസ് ആണ്. മാർച്ച് 4-ന് 384.55 എൻട്രി എടുത്തു. 407.85 വരെ അപ്പായി 5.71% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. അടുത്തത് ത്രിവേണി ആയിരുന്നു. ഏപ്രിൽ 22-ന് നമ്മൾ എൻട്രി എടുത്തു. 352-ൽ 380.4 വരെ അപ്പായി 7.4% പ്രോഫിറ്റായി ലഭിച്ചു. അടുത്തത് വൈഭവ് ഗ്ലോബൽ. ഏപ്രിൽ 24-ന് എൻട്രി എടുത്തു. കേവലം 3 ദിവസം കൊണ്ട് തന്നെ 7% മുകളിൽ പ്രോഫിറ്റായി ലഭിച്ചു. 399-ലാണ് എൻട്രി എടുക്കുന്നത്. 429.9 വരെ അപ്പായി. അടുത്തത് വി-ഗാർഡ് ആയിരുന്നു. ഇൻട്രാഡേയിൽ നല്ല പ്രോഫിറ്റിലേക്ക് വന്നു, പക്ഷേ പിന്നീട് അത് ഡൗൺ ആകുകയുണ്ടായി. 349-ലാണ് എൻട്രി വന്നത്. 353.75 വരെ അപ്പായി 354 ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്നത്. 1.3% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. ഇന്നലെ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്കുകളാണ് ഇവിടെ പറഞ്ഞത്. ഇനി നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സാപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെൻറ്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. FIS 169 കോടി രൂപയ്ക്കാണ് ഇന്നലെ ബൈ ചെയ്ത്. കുറേയേറെ ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു ബൈയിങ്ങിലേക്ക് FIS തിരികെ എത്തുന്നത്. പക്ഷേ ഒരു കൺസിസ്റ്റൻ്റ് ആയ ബൈയിങ്ങിലേക്ക് ഇനിയും തിരികെ എത്തിയിട്ടില്ല എന്ന് വേണം പറയാൻ. DIS 692 കോടി രൂപയ്ക്കാണ് ബൈ ചെയ്ത്. US മാർക്കറ്റ് മെഗാ ക്യാപ് സ്റ്റോക്കുകളായ ടെസ്ല 15% ഉയർന്നതും ആപ്പിൾ 2.5% മുകളിൽ ഉയർന്നതും കൂടാതെ ആൽഫബറ്റ്, മെറ്റ പ്ലാറ്റ്ഫോം, മൈക്രോസോഫ്റ്റ്, എൻവിഡിയ തുടങ്ങിയ സ്റ്റോക്കുകളിൽ നേട്ടമുണ്ടായതും വരാനിരിക്കുന്ന ഫെഡറൽ റിസർവ് പലിശ നിരക്ക് തീരുമാനവും തൊഴിൽ റിപ്പോർട്ടിനും മുന്നോടിയായി US മാർക്കറ്റുകൾ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്ത്. നാസ്ഡാക്ക് 0.35% നേട്ടത്തിലും S&P 500 0.32% നേട്ടത്തിലും ഡൗ ജോൺസ് 0.38% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ S&P 500-ലെ 11-ലെ 9 സെക്ടറുകളും പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്ത്. കൺസ്യൂമർ, യൂട്ടിലിറ്റീസ്, റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ സെക്ടറുകളാണ് നേട്ടമുണ്ടാക്കിയത്. ഇനി മെയ് 1-ന് അതായത് നാളെയാണ് ഫെഡറൽ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഉള്ളത്. നിരക്കുകളിൽ മാറ്റമുണ്ടാകില്ല എന്നാണ് ഏറെക്കുറെ ഉറപ്പാണ്. പക്ഷേ ഒരു ഹോക്കിഷ് സ്പീച്ച് ആയിരിക്കുമോ എന്നതാണ് ഇൻവെസ്റ്റേഴ്സ് ഉറ്റുനോക്കുക. LSEG ഡാറ്റ സൂചിപ്പിക്കുന്നത് ഈ വർഷം 35 ബേസിസ് പോയിന്റ്സ് റേറ്റ് കട്ട് ഉണ്ടാകും എന്നാണ്. ഈ വർഷം ആരംഭത്തിൽ അത് 150 ബേസിസ് പോയിന്റ്സിന്റെ റേറ്റ് കട്ടായിരുന്നു എന്നോർക്കുക. റേറ്റ് ഡിസിഷൻ കൂടാതെ ഇപ്പോഴത്തെ ഏർണിംഗ് സീസൺ തന്നെയാണ് മാർക്കറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആമസോണിൻ്റെ റിസൾട്ട് ഇന്നുണ്ട്, അതുപോലെ ആപ്പിളിൻ്റെ റിസൾട്ട് വ്യാഴാഴ്ച വരുന്നുണ്ട്. പ്രധാനപ്പെട്ട കമ്പനികളാണ്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കാം. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് തന്നെയാണ് കൂടുതൽ നേട്ടമുണ്ടാക്കിയത്. 3.54% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. HDFC ബാങ്ക് ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ ക്ലോസ് ചെയ്തു. ടെക് സൈഡിൽ ഇൻഫോസിസ് 0.18% നേട്ടമുണ്ടാക്കിയപ്പോൾ വിപ്രോ 0.18% ഇടിവാണ് ഉണ്ടാക്കിയത്. മേക്ക് മൈ ട്രിപ്പ് 0.44% ഉയർന്നു. ഡോക്ടർ റെഡ്ഡി 0.17% ഇടിയുകയും ചെയ്തു. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡൗ ജോൺസ് 0.08% ഇടിവിലും S&P 500 0.06% ഇടിവിലും നാസ്ഡാക്ക് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലും റസൽ 0.22% ഇടിവിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകൾ ഇന്നലെ ഒരു മിക്സഡ് നോട്ടിലാണ് യൂറോപ്യൻ മാർക്കറ്റുകൾ ക്ലോസ് ചെയ്യുന്നത്. UK മാർക്കറ്റ് FTSE 0.09% നേട്ടമുണ്ടാക്കി. ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.24% ഇടിയുകയാണ് ചെയ്തത്. ഫ്രാൻസ് മാർക്കറ്റ് CAC 0.29% ഇടിഞ്ഞപ്പോൾ സ്റ്റോക്ക് 600 0.1% നേട്ടത്തിലും ക്ലോസ് ചെയ്തു. ഫിലിപ്സ് കമ്പനിയാണ് ഇന്നലെ വലിയ നേട്ടമുണ്ടാക്കിയത്. 29% ഉയർന്നു. ഫ്രാൻസിലെ ആറ്റോസ് 19% ഉയരുകയും ചെയ്തു. ഇന്നലെ ജർമ്മനിയിൽ നിന്നും കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ പുറത്തു വന്നിരുന്നു. ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ ഏപ്രിൽ മാസത്തിൽ 2.4% വർധനവുണ്ടായി.
മാർച്ച് മാസമായി കമ്പയർ ചെയ്യുമ്പോൾ 0.6% വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഓപ്പൺ ചെയ്ത യൂറോപ്യൻ മാർക്കറ്റുകൾ ചെറിയ പോസിറ്റിവിറ്റിയിലാണുള്ളത്. ഡാക്സ് 0.05% നേട്ടത്തിൽ, CAC 0.01% നേട്ടത്തിൽ, FTSE 0.06% നേട്ടത്തിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റുകളിൽ ഇന്ന് ഫോക്കസിലുള്ളത് ജപ്പാൻ കറൻസി തന്നെയാണ്. കറൻസി ഇന്നലെ $ഡോളറിനെതിരെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തി 160.03 എന്ന നിലയിലാണ് എത്തിയത്. ഏതായാലും ജപ്പാനീസ് അധികൃതർ സാധ്യമായ ഇടപെടലുകൾ നടത്തും എന്നാണ് ഇൻവെസ്റ്റേഴ്സ് പ്രതീക്ഷിക്കുന്നത്. ഇനി ചൈനയിൽ നിന്നും മാനുഫാക്ചറിംഗ് പർച്ചേസേഴ്സ് മാനേജേഴ്സ് ഇൻഡെക്സ് ഡാറ്റ പുറത്തു വരാനുണ്ട്. ജപ്പാനിൽ നിന്നും സൗത്ത് കൊറിയയിൽ നിന്നും എക്കണോമിക് ഡാറ്റകളും പുറത്തു വരാനുണ്ട്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ഏഷ്യൻ മാർക്കറ്റുകളിൽ ആദ്യം ഗിഫ്റ്റ് നിഫ്റ്റി 22,770 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഒരു 30 മുതൽ 40 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി നല്ല പോസിറ്റീവിൽ തന്നെയാണ്. 1.28% നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. കോസ്പി മാർക്കറ്റ് 0.61% നേട്ടത്തിലും, തായ്വാൻ മാർക്കറ്റ് 0.11% ഇടിവിലും, സിംഗപ്പൂർ മാർക്കറ്റ് 0.11% തന്നെ ഇടിവിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ പ്രൈസുകൾ. ഗാസയിൽ വെടിനിർത്തൽ ഉറപ്പാക്കാനും US സ്റ്റേറ്റ് സെക്രട്ടറി മിഡിൽ ഈസ്റ്റിൽ പുതിയ നയതന്ത്ര മുന്നേറ്റം നടപ്പാക്കുന്നതിനാലും ക്രൂഡ് ഓയിൽ ഫ്യൂച്ചേഴ്സ് തിങ്കളാഴ്ച 1% ഇടിവ് നേരിട്ടു. ഇപ്പോൾ ബ്രന്റ് ട്രേഡ് ചെയ്യുന്നത് $87.08 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.21% ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $82.50 പെർ ബാരൽ എന്ന നിലയിൽ 0.16% ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ ആയിട്ട് ആരും തന്നെ എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ പൂർത്തിയാവുന്നു. നന്ദി.